പത്രോസിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ചങ്ങലകൾ അങ്ങോട്ട് അഴിച്ചു മാറ്റി. എന്നിട്ട് വചനം പറയുകയാണ്, ദൂതൻ അവനോട് പറഞ്ഞു, നീ അരമുറക്കി പാദരക്ഷകൾ അണിയ്. അവൻ അങ്ങനെ ചെയ്തു. ദൂതൻ വീണ്ടും പറഞ്ഞു, മേലങ്കി ധരിച്ച് പുറത്തേക്ക് വാ. അവൻ പുറത്തേക്ക് ഇറങ്ങി. ദൂതൻ അനുഗമിച്ചു. എങ്കിലും ദൂതൻ വഴി സംഭവിച്ച ഇക്കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല. അവനൊരു സ്വപ്നം, ദർശനം കാണുന്നതായിട്ട് അവൻ കരുതിയുള്ളൂ. അപ്പൊ പത്രോസിനെ അറിയാം പത്രോസ് എവിടെ കിടക്കുന്നതെന്ന്. ജയിലില് ചുറ്റും 2 പടയാളികളുണ്ട്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിലും വേറെ 2 പടയാളികളെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ പുള്ളി ഉറങ്ങാൻ കിടന്നപ്പോ പുള്ളിക്ക് അറിയാം പുള്ളി ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുവാണ്. അപ്പൊ ഇതിനിടയ്ക്കാണ് ദൂതൻ വന്ന് കലാപരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പത്രോസ് വിചാരിച്ച് ഞാനെന്തോ സ്വപ്നം കാണുക. ഇല്ല, നമ്മളിങ്ങനെ സ്വപ്നം കാണുകയല്ലേ രാത്രിയുടെ കാലങ്ങളിൽ. നമ്മളിങ്ങനെ വിളിച്ച് മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് താഴേക്ക് ഇടുന്നൊക്കെ സ്വപ്നം കാണുകയല്ലേ. ചിലരൊക്കെ വീട്ടിൽ പാമ്പ് കയറി വരുന്ന സ്വപ്നം കാണാറില്ലേ? ശരീരത്തിലൂടെ എന്തോ ഇഴയുന്ന സ്വപ്നം കാണാറില്ലേ? രാത്രിയുടെ യാമങ്ങളിൽ ചില പാപത്തിന്റെ സ്വപ്നങ്ങൾ കാണാറില്ലേ? പത്രോസ് വിചാരിച്ചതൊക്കെ സ്വപ്നമാണ്. ഇങ്ങനെ ഒരു ദർശനത്തില് പത്രോസ് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക. കുറച്ചു കഴിഞ്ഞു അവർ 1-ാമത്തെയും 2-ാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ട് നഗരത്തിലുള്ള ഇരുമ്പ് കവാടത്തിലെത്തി. അതവർക്കായി സ്വയം തുറന്നു. ഒരിക്കലും തുറക്കാൻ പറ്റാത്ത ഇരുമ്പ് കവാടം അവർക്കായി തനിയെ തുറക്കപ്പെട്ടു. കാരണം ദൂതൻ പത്രോസിന്റെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് തുറക്കാൻ പറ്റാത്ത ഇരുമ്പ് കവാടങ്ങൾ ദൈവത്തിന്റെ ദൂതൻ നമ്മുടെ കൂടെ നടക്കുമ്പോൾ തുറക്കാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് പുറത്ത് കടന്നു. അവൻ അവർക്കായി സ്വയം തുറന്നു. അവർ പുറത്ത് കടന്നു. ഒരു തെരുവ് പിന്നിട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ദൂതൻ അപ്രത്യക്ഷമായി. അപ്പോഴാണ് പത്രോസിന് ബോധം വന്നത്. വചനം പറയുന്നു, അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദോസിന്റെ കരങ്ങളിൽ നിന്നും യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ചിരിക്കുന്നുവെന്ന് എനിക്ക് വ്യക്തമായി. അപ്പോഴാണ് മനസ്സിലായത്, ഞാൻ കണ്ടത് സ്വപ്നമല്ല. ഞാൻ കണ്ട സ്വപ്നം ആര് യാഥാർത്ഥ്യമാക്കി? അപ്പൊ നീ കർത്താവിനോട് ചേർന്ന് കാണുന്ന എല്ലാ സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യമാക്കാൻ, വിശ്വസിച്ചേറ്റെടുക്കുന്ന സകലതിനെയും യാഥാർത്ഥ്യമാക്കാൻ നിന്റെ ദൈവത്തിന് പറ്റും. എന്റെ നട്ടലിൽ ഒരു സൗഖ്യം തന്നിട്ടാണ് കർത്താവ് എന്നെ ശുശ്രൂഷ മേഖലയിലേക്ക് കൈപിടിച്ച് നടത്തിയത്. ഒട്ടും താല്പര്യമില്ലാത്ത വിഷയമായിരുന്നു. പക്ഷെ കർത്താവ് സുഖപ്പെടുത്തുന്നവരാണെന്ന് മനസ്സിലായി. കാരണം 10 വർഷം നട്ടലിന് ട്രീറ്റ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരുന്ന എന്നെ കാരിസ്മനിൽ നടക്കുന്ന ഒരു ധ്യാനത്തിന്റെ സമയത്ത്, ഞാൻ പങ്കെടുക്കാത്തൊരു ധ്യാനത്തിന്റെ സമയത്ത് കർത്താവ് എനിക്കൊരു അത്ഭുത സൗഖ്യം നൽകി. അപ്പൊ അതിനകത്തൊരു കൗൺസിലിംഗിന് ഒരു ബ്രദറിനെ ഞാൻ കണ്ടു. കൗൺസിലിംഗ് ഒക്കെ നടത്തിയതാണ്. അപ്പൊ കൗൺസിലിംഗിന്റെ സമയത്ത് അന്ന് ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടില്ല, പാസ്പോർട്ട് എടുത്തിട്ടില്ല, വചനം അറിയത്തില്ല, ഈ പരിപാടിയോട് താല്പര്യമില്ലാത്ത ഒരു സമയത്ത് അന്ന് ഒരു അൽമായ സഹോദരനിലൂടെ കർത്താവ് തന്ന ഒരു സന്ദേശം അതിതായിരുന്നു. അച്ഛൻ കാരിസ്മനിൽ നിന്നും പുറത്ത് കടക്കുന്നതിന് മുമ്പ് 5 പ്രാവശ്യം, അപ്പൊ കാരിസ്മനിൽ വന്നപ്പോൾ എനിക്ക് കാരിസ്മനിൽ നിൽക്കാൻ പോലും താല്പര്യമില്ല, അടുത്ത വർഷം പ്രൊവിൻഷ്യൽ വരും, എങ്ങനെയെങ്കിലും പുറത്ത് ചാടണമെന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സന്ദേശം പറയുന്നത്. അച്ഛൻ കാരിസ്മനിൽ നിന്ന് പോകുന്നതിന് മുമ്പ് 5 പ്രാവശ്യം അച്ഛൻ 3 പ്രാവശ്യം അച്ഛൻ വിശുന്ന നാട് പോകും. ഉള്ളുകൊണ്ട് ഞാൻ ചിരിച്ചു. പിന്നെ ദൈവത്തിന്റെ വാഗ്ദാനമല്ലേ, നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത കാര്യം. കാരണം പാസ്പോർട്ട് പോലും നമ്മൾ എടുത്തിട്ടില്ല. കാരിസ്മനിൽ അധികം നാൾ ഉണ്ടാകുകയല്ലെന്ന് നമുക്ക് നമ്മളോട് തന്നെ പറഞ്ഞിട്ടുള്ള അറിവുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ, സ്വപ്നം പോലും കാണാൻ പറ്റാതിരുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ചേറ്റെടുത്തപ്പോൾ അത് സഫലീകരിക്കാൻ, അത് പൂർത്തിയാക്കാൻ, ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളായി കാണാൻ ദൈവം എന്നെ അനുവദിച്ചു. 4-5 പ്രാവശ്യം വിശുദ്ധ നാടും പോയി. പാസ്പോർട്ട് ഇല്ലാത്ത സമയത്ത് കർത്താവ് ഷാർജയിൽ നിന്ന് ഒരു ഗ്രൂപ്പിനെ കൊണ്ട് വിശുദ്ധ നാട് പോകാൻ കർത്താവ് കാരണമൊരുക്കി. അപ്പൊ പെട്ടെന്ന് പാസ്പോർട്ട് എടുക്കേണ്ട വന്നു. അച്ഛന്മാരൊന്നുമില്ലല്ലോ, ധ്യാനം പ്രഘോഷിക്കാൻ പറ്റുന്ന അച്ഛന്മാരൊക്കെ ടൈറ്റ് ആണല്ലോ, വേറെ ആരെങ്കിലും അന്വേഷിച്ചോളാൻ പറഞ്ഞു. അവർ വേറെ ആരെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ വീണ്ടും അച്ഛനടുത്ത് ചോദിച്ചു, അച്ഛാ വേറെ ഏതെങ്കിലും അച്ഛന്മാരെ കിട്ടോ? കാരണം എല്ലാവർക്കും കുർബാനല്ലേ. അപ്പൊ ഇങ്ങനെ ഈ ഇടയ്ക്ക് വന്നൊരു അച്ഛനുണ്ട്, അച്ഛന് ശുശ്രൂഷ ഒന്നും ചെയ്യാൻ അറിയത്തില്ല, അതിനൊന്നും പറയാൻ അറിയത്തില്ല, പക്ഷെ കുർബാന ചെയ്യും. പറഞ്ഞു, അച്ഛാ എനിക്ക് ശുശ്രൂഷ ചെയ്യാനൊന്നും അറിയത്തില്ല. അത് കുഴപ്പമില്ല, നീ കൂടെ പോയാൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് പണിയൊന്നും അറിയത്തില്ല, നിനക്ക് കുമ്പസാരിപ്പിക്കാനും കുർബാന എല്ലാം അറിയത്തുള്ളൂ, അവരോട് പോയാൽ മതി, ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും, നിനക്ക് അറിയാവുന്നൊക്കെ പറഞ്ഞാൽ മതി. ഞാൻ നേരത്തെ ഓരോരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്, പ്രശ്നമൊന്നും. അന്ന് ഈ സന്ദേശം ഒരു അൽമായ സഹോദരനിലൂടെ എനിക്ക് തന്നപ്പോ, പ്രിയപ്പെട്ടവരെ, ഇതൊരു സ്വപ്നം കണക്കെ ഞാൻ കണ്ടതാ. അതിനടുത്ത് പറഞ്ഞു, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടങ്ങളിൽ പോകാൻ ദൈവം അനുവദിക്കുന്നു. ആയിരങ്ങളുടെ വെള്ളക്കാരായ ആയിരങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ദൈവം അച്ഛനെ അനുവദിക്കുന്നു. വചനം പ്രഘോഷിക്കുന്നു. വചനം പോലും അറിയാത്ത സമയത്ത് ഞാനപ്പോ ചോദിച്ചു, വെള്ളക്കാര് തന്നെയാണോ? ഒന്നും കൂടി ഒന്ന് ആ സന്ദേശം ഒന്ന് ക്ലിയർ ചെയ്യാമോ? വെള്ളക്കാരാണോ ഒന്ന് നോക്കാവോ ചോദിച്ചു. പുള്ളി പ്രാർത്ഥിച്ചു, ഇല്ലച്ചോ വെള്ളക്കാരെ കാണിക്കുന്നത് വിട്ടു. അപ്പൊ നമുക്ക് ബുദ്ധിയാണല്ലോ പ്രവർത്തിക്കുക. ആദ്യത്തെ ധ്യാനത്തിന് 5000-ത്തിലധികം വരുന്ന പോളണ്ടിലെ പോളീഷുകാരുടെ മുമ്പിൽ
വചനം പറയാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 8-9 വർഷങ്ങൾക്ക് മുമ്പ് തന്ന ഒരു വാഗ്ദാനമുണ്ടല്ലോ, ഒരു സ്വപ്നമുണ്ടല്ലോ, വർഷങ്ങൾക്ക് ഇപ്പുറം പരിശുദ്ധാത്മാവ് അത് പൂർത്തിയാക്കി. ഹല്ലേലൂയ. ഒരു മലയാളിയില്ല, ഒരു ഇന്ത്യക്കാരനുമില്ല. ഈ പറയുന്ന 5000-ലധികം വരുന്നവര് ഈ പറയുന്ന പോലീസുകാരാ, വെള്ളക്കാരാ. അപ്പൊ ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്ത് ചില കാര്യങ്ങൾ വിഷയങ്ങളൊക്കെ വെച്ച് വചനം വെച്ചിട്ട് പോയി. പക്ഷെ ആദ്യത്തെ 1 മണിക്കൂർ പ്രിയപ്പെട്ടവരെ വചനം പറയാൻ കയറിയിട്ട് അതൊന്നും പറഞ്ഞില്ല. പറഞ്ഞതൊന്നേ ഉള്ളൂ, ദൈവം സത്യവാനാണ്, ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. പരിശുദ്ധാത്മാവിനെ തരുമെന്ന് പറഞ്ഞവൻ പരിശുദ്ധാത്മാവിനെ തന്നെങ്കിൽ, വചനത്തോടെ കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100% സത്യമാണ്. അത് 100% പൂർത്തിയാക്കാൻ ദൈവത്തിന് പറ്റും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിൽ 8-9 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം വാഗ്ദാനം പറഞ്ഞ, ദൈവം സ്വപ്നങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ പറഞ്ഞ ഒരു വാഗ്ദത്തിന്റെ പൂർത്തീകരണമാണ്.